തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ജമാഅത്തെ ഇസ്ലാമിയുമായുള്ള ഇടതുപക്ഷ കൂട്ടുകെട്ടിനെതിരെ രൂക്ഷമായി വിമർശിച്ച് സംസ്ഥാന നേതാവ് നാസർ ഫൈസി കൂടത്തായി. ജമാഅത്തെ ഇസ്ലാമി മതരാഷ്ട്രവാദികളാണെന്നും തെരഞ്ഞെടുപ്പിൽ ഇടതു വലത് മുന്നണികൾ ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ തേടുന്നത് ശരിയായ നിലപാടല്ലെന്നുമാണ് നാസർ ഫൈസി ഫേസ്ബുക്കിൽ കുറിച്ചത്. ഈ വാർത്തയുടെ വിവരങ്ങളുമായി കോഴിക്കോട് നിന്നും അനഘ ചേരുന്നു. അനഘ, ഇടത് വലത് മുന്നണികളുടെ ജമാഅത്തെ ഇസ്ലാമിയുമായുള്ള കൂട്ടിനെതിരെ അതിരൂക്ഷമായ വിമർശനം ഉന്നയിച്ചിരിക്കുകയാണല്ലോ സമസ്ത. എന്തെല്ലാം കാര്യങ്ങളാണ് നാസർ ഫൈസി കൂടത്തായി പറയുന്നത്? രോഹിണി, കൃത്യമായി തന്നെ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പലയിടങ്ങളിലും പല ഘട്ടത്തിലും ജമാഅത്തെ ഇസ്ലാമി, SDP പോലുള്ള മതമൗലികവാദ സംഘടനകളുമായി ഇവിടെയുള്ള ഇടതു വലത് കക്ഷികൾ കൂട്ടുകൂടിയിട്ടുണ്ട്. അത് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലും ആവർത്തിക്കുകയാണ്. ഈ അവസരത്തിലാണ് സമസ്ത നേതാവായിട്ടുള്ള നാസർ ഫൈസി കൂടത്തായി ഇതിൽ കൃത്യമായിട്ടൊരു വിമർശനം ഉന്നയിച്ചുകൊണ്ട് തന്റെ ഫേസ്ബുക്കിലൂടെ രംഗത്ത് വന്നിരിക്കുന്നത്. അദ്ദേഹം എടുത്തു പറയുന്ന ഒരു കാര്യമുണ്ട്. അതായത് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ 1995 ആ കാലഘട്ടത്തിൽ ദേശാഭിമാനിയിൽ വന്ന ഒരു മുഖപ്രസംഗം അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് അദ്ദേഹം തന്റെ ഫേസ്ബുക്കിൽ ഒരു കുറിപ്പിട്ടിരിക്കുന്നത്. അതായത് ആ കാലഘട്ടത്തിൽ ജമാഅത്തെ ഇസ്ലാമിയെ അനുകൂലിച്ചുകൊണ്ടും അവരുടെ നിലപാടിനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടുമായിരുന്നു ദേശാഭിമാനി മുഖപ്രസംഗത്തിൽ അങ്ങനെ ഒരു വാർത്ത വന്നിരുന്നത് എന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചിരിക്കുന്നു. അന്ന് ജമാഅത്തെ ഇസ്ലാമിയെ ചേർത്ത് പിടിക്കുന്ന നിലപാടാണ് ഇടതുപക്ഷം സ്വീകരിച്ചത് എന്ന് അദ്ദേഹം എന്ന് ആ ഫേസ്ബുക്ക് കുറിപ്പിലൂടെ അദ്ദേഹം പറയുന്നുണ്ട്. അതിനുശേഷം പിന്നീട് ഇങ്ങോട്ട് വന്ന കാലഘട്ടത്തിൽ ഒരു ഘട്ടത്തിൽ ഈ ജമാഅത്തെ ഇസ്ലാമി, SDP പോലുള്ള സംഘടനകൾ, വെൽഫെയർ പാർട്ടി പോലുള്ള സംഘടനകളോട് ഒരു മൃദു സമീപനമായിരുന്നു ഇടതുപക്ഷം സ്വീകരിച്ചത്. പക്ഷെ പിന്നീട് ഒരു ഘട്ടത്തിൽ ജമാഅത്തെ ഇസ്ലാമി ഒരു മതവാദികളാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ അന്ന് ആ കാലഘട്ടത്തിൽ പറയുകയുമുണ്ടായിരുന്നു. പക്ഷെ പിന്നീട് ഏറ്റവും ഒടുവിൽ ഈ കാലഘട്ടത്തിലേക്ക് എത്തുന്ന സമയത്ത് പൂർണ്ണമായും മതമൗലികവാദിക ശക്തിയായിട്ടുള്ള ജമാഅത്തെ ഇസ്ലാമി, SDP പോലുള്ള സംഘടനകളുടെ വോട്ട് തേടുന്നതിന് ഒരു മടിയും ഇവിടെയുള്ള കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് ഉണ്ടാകുന്നില്ല എന്നാണ് നാസർ ഫൈസി തന്റെ ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുന്നത്. മാത്രമല്ല, അതിൽ ഇടതുപക്ഷം മാത്രമല്ല കോൺഗ്രസിനെയും അദ്ദേഹം പരോക്ഷമായി തന്റെ ഫേസ്ബുക്ക് കുറിപ്പിലൂടെ വിമർശിക്കുന്നുണ്ട്. അതായത് ഇരു മുന്നണികളും പരസ്പരം ചളി വാരിയെറിയുകയാണ്. രണ്ടുപേരും കൃത്യമായി തന്നെ ഇവിടെയുള്ള മതമൗലികവാദ സംഘടനകളുടെ വോട്ട് തേടുന്നുണ്ട്, അല്ലെങ്കിൽ അവരുടെ പിന്തുണ തേടുന്നുണ്ട്. പരസ്യമായി ഈ രണ്ട് സംഘടനകളും അവരെ ഒരു ഘട്ടത്തിൽ പോലും തള്ളിപ്പറയാൻ തയ്യാറായിട്ടില്ല എന്നുകൂടി നാസർ ഫൈസി തന്റെ ഫേസ്ബുക്ക് കുറിപ്പിലൂടെ പറയുന്നുണ്ട്. എന്തായാലും ഈ സമസ്ത മതപണ്ഡിത സഭ കൂടിയാണ് സമസ്ത. പല ഘട്ടത്തിലും പല കാര്യങ്ങളിലും ഇത്തരത്തിലുള്ള നിലപാടുകൾ സമസ്ത എടുത്തിട്ടുണ്ട്. എന്നാൽ ഇന്ന് ഇത്തരം ഒരു തീരുമാനം, അതായത് ജമാഅത്തെ ഇസ്ലാമി, SDP പോലുള്ള സംഘടനകളുടെ പിന്തുണ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഈ ഇടതു വലത് മുന്നണികൾ തേടുന്നതിനെതിരെയാണ് സംസ്ഥാന നേതാവ് കൂടിയായിട്ടുള്ള നാസർ ഫൈസി അതിരൂക്ഷ ഭാഷയിൽ തന്റെ വിമർശനം ഫേസ്ബുക്ക് കുറിപ്പിലൂടെ ഉന്നയിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് രോഹിണി. ശരി, അനഘ ഹർഷനാണ് വിവരങ്ങൾ നൽകിയത്.